നമസ്കാരം. അയ്യപ്പ സംഗമം വോട്ടിൽ കണ്ണുവെച്ചുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ തട്ടിപ്പാണെന്ന വിമർശനം ഉയർത്തി പ്രതിപക്ഷം ആക്രമണം തുടങ്ങിയതോടെ വിവാദം വീണ്ടും മലകയറുകയാണ്. സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ, യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ യാത്ര, പിണറായി വിജയന്റെ പ്രസംഗത്തിലെ ഭഗവത്ഗീത പരാമർശം, യുവതീ പ്രവേശന വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ മൗനം എന്നു തുടങ്ങി ചോദ്യങ്ങൾ നിരവധി നേരിടുകയാണ് പാർട്ടിയും സർക്കാരും. യുവതീ പ്രവേശനത്തിന് അരികു നിന്ന സർക്കാർ അയ്യപ്പ സംഗമത്തിലൂടെ ഹിന്ദു വോട്ടുകളാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് BJPയുടെ ആക്ഷേപം. അപ്പോഴും സമുദായ സംഘടനകളുടെ പിന്തുണയിൽ സംഗമം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് നേട്ടമായി തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ അയ്യപ്പനും ശബരിമലയും വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാകുന്നതിലൂടെ ഒരിക്കൽ കൂടി വിവാദം പടിചവിട്ടി തുടങ്ങുകയാണ്. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇടത് സഹയാത്രികൻ ഡോക്ടർ ജയരാജ്, BJPയുടെ ശ്രീ KVS ഹരിദാസ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് ഈ സംഗമം നടന്ന് പിറ്റേ ദിവസം കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിച്ചാൽ ഈ സംഗമം ആകെ ഒരു തട്ടിപ്പായിരുന്നു. ഇതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണം എന്നാണ്. രമേശ് ചെന്നിത്തല പറയുന്നു വോട്ട് തട്ടാനുള്ള കാപഠ്യമായിരുന്നു ഈ സംഗമം എന്നതാണ്. ഈ മുഖ്യമന്ത്രി കപട ഭക്തനെ പോലെ സംസാരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് സംഗമം ഒരു പരാജയമാണ്, ആത്മാർത്ഥതയില്ലാതെ സംഘടിപ്പിച്ചതാണെന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ സംഗമത്തിന്റെ അവസ്ഥയെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര കടുത്ത പ്രതികരണങ്ങളൊക്കെയായി വരുന്നത്? ഇപ്പോൾ ആദ്യം പറഞ്ഞത് ആളില്ലാത്ത കസേരകളാണ്, വിചാരിച്ചത്ര ആളുകൾ എത്തിയില്ല എന്നതാണ്. സർക്കാരിനെ സംബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സർക്കാർ പറഞ്ഞത് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒന്നാണ്. ശബരിമലയുടെ സമഗ്ര വികസനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയായിരിക്കും. ഭക്തരായിട്ടുള്ള ആളുകൾ, അത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ളവർ ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഈ സംഗമത്തിലേക്ക് എത്തും. പിന്നീട് കേരളത്തിലെ സമുദായ സംഘടനകളുടെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ഉണ്ടാകുമെന്നതാണ്. അതൊക്കെ അതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്? അവിടെ എന്തുകൊണ്ട് കപടഭക്തി എന്ന ആരോപണം, എന്തുകൊണ്ട് തട്ടിക്കൂട്ട് സംഘടന എന്ന സംഗമം എന്ന ആക്ഷേപം, എന്തുകൊണ്ട് ഒരു അനാവശ്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള വിമർശനം, എന്തുകൊണ്ട്? ഗോപീഷൻ, താങ്കൾ ഈ ചോദിച്ചതിൽ തന്നെ ഉത്തരവുമുണ്ട്. താങ്കളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം താങ്കളുടെ ആ ചോദ്യത്തിൻ്റെ മറുചോദ്യത്തിലുണ്ട്. നോക്കൂ, ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഇതിൻ്റെ ഇൻവൈറ്റീസ് ആരായിരുന്നു, അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, ഇതെങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്, ഇതിൽ മുഖ്യമന്ത്രിയുടെ പങ്കെന്തായിരുന്നു, ഇതിൽ സർക്കാരിൻ്റെ പങ്കെന്തായിരുന്നു, ഇതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പങ്കെന്തായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും സഹപ്രവർത്തകർക്കും ആകപ്പാടെ അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഏറ്റവും അവസാനം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയല്ലേ? ഇവിടെ മുഖ്യമന്ത്രി കപടഭക്തനാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? ഇതേ മുഖ്യമന്ത്രിയല്ലേ, നോക്കൂ, ഭക്തി ഒരു ദിവസം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് മുതൽ ഞാൻ അങ്ങ് ഭക്തനായി കളയാം എന്ന് കരുതുന്നല്ലോ. ഈ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ അവിടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈശ്വര പ്രാർത്ഥന നടത്തിയപ്പോൾ അതിന് ഈശ്വര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും എഴുന്നേക്കും. ആ ഈശ്വര പ്രാർത്ഥന കണ്ണൂരിലൊരു ചടങ്ങിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഈശ്വര പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കാൻ ശ്രമിച്ച കടന്നപ്പള്ളി രാമേന്ദ്രൻ, സഹമന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ കൈക്ക് പിടിച്ച് ഇരുത്തിയ ആളുടെ പേരല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ? ഇവിടെ രണ്ടുപേർ നിയമസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആരൊക്കെയാ? ഒന്ന് ഐഷ പോറ്റിയും മറ്റൊന്ന് MM മോനായി. അവരെ രണ്ടുപേരെയും പാർട്ടി ശാസിച്ചത് എന്തിൻ്റെ പേരില്ല? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പേരിലല്ലേ? എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ ഭാഗത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഒന്ന്, താങ്കൾ ചോദിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഭക്തനാകാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. കാരണം ഭക്തൻ ആകുന്നത് എങ്ങനെ, ഭക്തി എങ്ങനെ പ്രകടിപ്പിക്കണം, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു മതാതീത തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും അധികാരവും അവകാശവും ഇല്ല എന്നാണോ? അതോ
ഭക്തി മുഴുവൻ പ്രദർശിപ്പിച്ചാൽ മാത്രമേ ഇതൊക്കെ സംഘടിപ്പിക്കാൻ പാടൂ എന്നുണ്ടോ? അങ്ങനെയാണോ പ്രതിപക്ഷം കരുതുന്നത്? നോക്കൂ, വാദഗതിക്ക് വേണ്ടി താങ്കൾ പറഞ്ഞ വാദം ഞാൻ 100% ശരിവെക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഭക്തി ആവശ്യമില്ല. ഇവിടെ ശബരിമലയുടെ ഉന്നമനം, ശബരിമല അദ്ദേഹം സംസാരിച്ച വാചകങ്ങൾ കൂടി താങ്കൾ കേൾക്കണ്ടേ? ഇന്നലെ അദ്ദേഹം ആ പ്രസംഗത്തിൽ സംസാരിച്ചുള്ളത് എന്താണ്? ഭക്തിയെക്കുറിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും അയ്യപ്പൻ്റെ സങ്കല്പത്തെ സംബന്ധിച്ചുമൊക്കെയല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. അത്തരത്തിലൊരു സങ്കല്പത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ എന്താ പറയുന്നത്, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ശബരിമലയോട് അദ്ദേഹം ചെയ്തിട്ടുള്ള അനീതി, കൊടും ക്രൂരത, അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് പ്രതിപാദിക്കണ്ടേ? അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം ഭക്തനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാമെന്നുണ്ടോ? മറുചോദ്യം അത്തരത്തിലാണ് വരുന്നത്. സ്വാഭാവികമായും നോക്കൂ, 2018 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം എന്തായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? ഇപ്പോൾ പറഞ്ഞെന്താണ്? ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വലിയ ഇത്തരത്തിലൊരു ആഗോള സംഗമം നടത്തി അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നല്ലോ. ആ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയോ അയ്യപ്പ ഭക്തന്മാരുടേത്? അവരെ ഒന്ന് വിളിച്ചു ചേർത്തോ? പോട്ടെ. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അഫിഡവിറ്റിൽ വരുത്തിയ മാറ്റങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് പിൻവലിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെടുത്തുള്ള കേസുകൾ പിൻവലിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അപ്പോൾ ആ സമയത്ത് നടന്നിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലും 1% പോലും പശ്ചാത്താപം രേഖപ്പെടുത്താതെ പിന്നെ ശബരിമലയെ നന്നാക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം കൂടുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ തൊണ്ടതൊടാതെ വിഴുങ്ങുമോ? ഇല്ല. ഇവിടെ എന്താ പ്രശ്നം? നമുക്ക് അവിടെയാണ് പൊളിറ്റിക്സ് കടന്നു വരുന്നത്. നോക്കൂ, ഇവിടെ ശബരിമല വിധി വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2018 അവസാനമാണല്ലോ വിധി വന്നത്. 2019 ആദ്യം നടന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നൊരു വീഡിയോ കേട്ടിരുന്നു. അതിലെ വാചകം ഞാൻ ഒന്ന് വായിക്കട്ടെ. ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ? യുവതി കയറി എന്നുള്ളത് വസ്തുതയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കയറുന്നവർക്ക് പോലീസിൻ്റെ പിന്തുണയുണ്ടാകും, അത് നൽകിയിട്ടുണ്ട്. ഇത് പറഞ്ഞത് പിണറായി വിജയനാണേ. അതുമാത്രമല്ല, ഒരു 2 യുവതികൾ കയറുമ്പോൾ മാത്രമേ ഹർത്താലുള്ളൂ, ഇപ്പോൾ ഹർത്താൽ ഇല്ലല്ലോ, ഇനിയും കയറുമ്പോൾ നിങ്ങൾ ഹർത്താൽ നടത്തുമോ എന്നൊക്കെ ഭക്തരെ പ്രകോപിക്കുന്ന രീതിയിൽ ഈ സംസ്ഥാനത്ത് സംസാരിച്ചിട്ടുള്ള ആളുടെ പേരാണ് പിണറായി വിജയൻ. അപ്പോൾ ഭക്തിയെ അല്ലെങ്കിൽ ഭക്തന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കോടതി വിധിയുടെ പേരിൽ മാത്രം ഈ സംസ്ഥാനത്ത് ഇത്രയേറെ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പോലീസിനെ നിയന്ത്രിച്ച മുഖ്യമന്ത്രി ഏറ്റവും അവസാനം ഇപ്പോൾ അദ്ദേഹം ഭക്തരോടൊപ്പം ആയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? 2019 അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി, 2024 തിരിച്ചടി ഉണ്ടായി. 2024 വന്നപ്പോൾ അവരുടെ എന്നും LDF-ന്റെ ഭാഗമായി നിന്ന വോട്ടർമാർ, അവരെ പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായങ്ങളിൽപ്പെടുന്ന വോട്ടർമാർ പുറകോട്ട് പോകുന്നു കണ്ടപ്പോൾ 2019 2024 അവർ പിന്തുടരുന്ന ന്യൂനപക്ഷ പ്രണയം അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ പ്രണയത്തിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങൾ മാറിക്കൊള്ളുന്നു, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്നേ. പക്ഷേ നിങ്ങളുടെ നിലപാടുകൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടിലെ മാറ്റം വരുമ്പോൾ നിങ്ങൾ പണ്ട് ചെയ്ത ക്രൂരതകൾക്ക് മാപ്പ് പറഞ്ഞിട്ട് വേണം ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ. അതായത് ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഗമത്തിൽ പ്രധാനമായി മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി അവതരിപ്പിച്ച വിഷയം എന്താണ്? അത് ശബരിമല മാസ്റ്റർ പ്ലാനാണ്. ശബരിപാതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ പകുതി തുക വഹിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ വിമാനത്താവളം സംബന്ധിച്ച കാര്യങ്ങളിൽ അത് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പരിസ്ഥിതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായുള്ള വികസന പദ്ധതികൾ നടപ്പാക്കപ്പെടണം എന്നതാണ് സർക്കാരിൻ്റെ ഉദ്ദേശമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളിൽ ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കമാണെങ്കിൽ ഈ ഹോൾ ശബരിമല എപ്പിസോഡ് അത് ആ കാലത്ത് ഇപ്പം അന്ന് കേട്ടിരുന്നത് അതിൻ്റെ BJP മുഴുവൻ കാര്യങ്ങളിലും ഉറച്ചു നിന്നിട്ടും അതിൻ്റെ രാഷ്ട്രീയമായ ഗുണം, ഞാൻ പറഞ്ഞത് വോട്ടുകളുടെ കാര്യത്തിലാണ്, അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ് ആണ് എന്നതായിരുന്നു അന്ന് നമ്മൾ കേട്ടത്. അപ്പോൾ അയ്യപ്പൻ്റെ പേരിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം സമീകരണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന വിമർശനം അംഗീകരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് ശബരിമല വിഷയത്തിൽ എതിർ നിലപാടുകൾ എടുത്തിരുന്ന സാമുദായിക സംഘടനകൾ ഇന്ന് ഈ അയ്യപ്പ സംഗമത്തിനൊപ്പം നിന്നു? അവിടെയാണ് താങ്കൾ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. 2019 ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന നിലപാടായിരുന്നു, ഭക്തരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന നിലപാടായിരുന്നു ശരിയെന്ന് ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു ചേർന്നതല്ല. അവിടെ
അങ്ങേയറ്റം പിന്നെ ഭക്തരെ എതിർക്കുന്ന അവരുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന നിലപാടുമായി സർക്കാർ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പിന് BJP ശ്രമിച്ചപ്പോൾ ഭക്തരുടെ വഴിക്ക് വിടൂ, വിശ്വാസത്തിൻ്റെ വഴിക്ക് വിടൂ എന്ന ഞങ്ങളുടെ UDFൻ്റെ നിലപാടായിരുന്നു ശരിയെന്ന് കേരളത്തിലെ ഭക്തന്മാരും കേരളത്തിലെ വോട്ടർമാരും തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയത്. ഇപ്പോൾ താങ്കൾ പറയുന്നു പിന്നെ അന്ന് അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് പ്രശ്നം. നോക്കൂ ഗോപികൃഷ്ണൻ, എന്തായിരുന്നു ആ സമയത്ത് നവോത്ഥാന സമിതി രൂപീകരിച്ചത്? ആ നവോത്ഥാന സമിതിയിൽ ആരൊക്കെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്? ആ നവോത്ഥാന സമിതിയിൽ അന്ന് ഇല്ലാത്തതായി ഇന്നലത്തെ സമ്മേളനത്തിൽ വന്നിട്ടുള്ളത് NSSൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് മാത്രമാണല്ലോ. അപ്പോൾ നവോത്ഥാന സമിതിയുടെ പേര് മാറ്റി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടക സമിതി എന്ന് മാറ്റിയാൽ രണ്ടും ശരിയായില്ലേ? അല്ലേ? അപ്പോൾ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടോ? നവോത്ഥാന സമിതിയിൽ നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങളും ആദർശങ്ങളും എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചോ? ഭക്തരോട് നിങ്ങൾക്ക് സ്നേഹം കൂടിയോ? കൂടുമ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ എണ്ണി പറയുമോ, മാപ്പ് പറയുമോ? ഒന്ന്. രണ്ടാമത്തേത് ഈ സംഗമത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടാണ്. ഞാനതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സംഗമത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ശ്രീ MV ഗോവിന്ദൻ പറയുന്നത് താങ്കളൊക്കെ കേട്ടതാണ്. നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തത് അവിടെ 600-ലധികം ആളുകൾ മാത്രമേ, നോക്കൂ 4000-ലധികം ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങൾ ആദ്യം വരുന്ന 3000 പേർക്ക് മാത്രമേ അവിടെ അനുമതി നൽകൂ എന്നും പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡായിരുന്നല്ലോ. ഇപ്പോൾ അവസാനം വന്നിട്ടുള്ളത് 631 പേരാണെന്ന് ദേവസ്വം ബോർഡിൻ്റെ സൈറ്റുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. പിന്നീട് അവിടെ വന്നിട്ടുള്ളത് മന്ത്രിമാരോടൊപ്പം വന്ന സ്റ്റാഫുകൾ, അവിടെ തൊഴിൽ ചെയ്യാൻ വന്നിട്ടുള്ളത്, ജോലി ചെയ്യാൻ മന്ത്രി വി എൻ വാസവൻ അവകാശപ്പെട്ടത് 4126 പേർ സംഗമത്തിൽ പങ്കെടുത്തു എന്നാണ്. VN വാസവൻ മാത്രമല്ലെന്ന് ഇന്ന് MV ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. ഈ MV ഗോവിന്ദൻ ഈ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയെ ട്രോളുകയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം AI സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടുകൂടി നിങ്ങൾ ആളൊഴിഞ്ഞ കസേരകൾ, വെളുത്ത കസേരകളൊക്കെ കാണിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ എല്ലാം നിറഞ്ഞ് നീങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് പിന്നെ MV ഗോവിന്ദൻ പറയുന്നത്. ആ MV ഗോവിന്ദൻ നമ്മളെ ആരെയും അല്ല ആക്ഷേപിക്കുന്നത്, മുഖ്യമന്ത്രിയാണോ എന്ന് സംശയിച്ചാൽ എന്നെ കുറ്റപ്പെടുത്തരുതേ ഗോപികൃഷ്ണ. കാരണം ഇവിടെ എന്താ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചില സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു പാട്ടാണ്, ഈ പഞ്ചായത്തി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് ഒരു വാചകമുണ്ട്. നമ്മൾ വളരെ പ്രശസ്തമായി കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. പഞ്ചായത്തി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ഒരിക്കലും ആകില്ല. അത് ഏറ്റവും ആപ്റ്റാകുന്നത് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം ഇനി എന്ത് ചെയ്താലും ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചെയ്യാനുള്ള യോഗ്യതയില്ല. കാരണം അദ്ദേഹം ആ ശബരിമലയെ അത്രത്തോളം അപമാനിച്ചിട്ടുണ്ട്, വിശ്വാസികളെ അത്രത്തോളം ആക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഇത്രയേറെ പ്രതികാര മനോഭാവത്തോടുകൂടി അവരെ ആക്ഷേപിക്കുകയും അവരെ അതിക്രമിക്കുകയും ചെയ്തിട്ടുള്ളതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. ശരി, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഡോക്ടർ ജയരാജ്, അതോടൊപ്പം തന്നെ ശ്രീ KVS ഹരിദാസ് എന്നിവർ കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഡോക്ടർ ജയരാജ്, വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ശബരിമല വിഷയത്തിൽ മുന്നണിയും ഇടതുമുന്നണി സർക്കാരും ഇതുവരെ കൈക്കൊണ്ടിരുന്ന നിലപാടുകളിൽ നിന്നും, അതായത് ഞാൻ പറയുന്നത് വളരെ പർട്ടിക്കുലറായിട്ട് യുവതീ പ്രവേശന വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ കൈക്കൊണ്ടിരുന്ന നിലപാടുകളിൽ നിന്ന് കരണം മറഞ്ഞു ഇന്ന് നമ്മുടെ മുന്നിലുള്ള നമ്മളെ ബോധ്യപ്പെടുത്തുന്നല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ പിന്തുണയോടെ നടന്ന ഈ അയ്യപ്പ സംഗമം. എന്താണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെച്ചത് എന്ന കാര്യത്തിൽ അത് ഭൂരിപക്ഷ വോട്ടുകൾ ഹിന്ദു വോട്ടുകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ദൃഷ്ടാന്തമായി പറയാവുന്ന സംഗതികളല്ലേ ഈ കാര്യങ്ങളൊക്കെ ഈ നടന്നിരിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാട്? എന്താണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ സംഘർഷങ്ങളിൽ എടുത്ത കേസുകളുടെ കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ ഭക്തരുടെ മനസ്സിലെ തീരാവ്രണം ആയി മാറി എന്ന് പൊതുവിൽ കണക്കാക്കപ്പെടുന്ന ഈ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഒരു വാക്ക് മുഖ്യമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ സംസാരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ അജണ്ടകളോട് നഖശികാന്തം എതിർക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അവിടെ വായിക്കുന്ന അവസ്ഥയുണ്ടായത്? എന്തുകൊണ്ടാണ് വർഗീയ വിഷം തുപ്പുന്നു എന്ന ആക്ഷേപം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് ഈ സംഗമത്തിൽ വരാനുണ്ടായ കാരണം? വോട്ട് എന്നൊരു ഒറ്റ കാര്യമല്ലാതെ മറ്റെന്തുണ്ട് മുഖ്യമന്ത്രി? അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അല്ലാതെ മറ്റെന്താണ് ഇന്നലെ അയ്യപ്പ സംഗമത്തിൽ നടന്നത്? പ്രതിപക്ഷം ചോദിക്കുന്നതിൽ എവിടെയാണ് തെറ്റ്? ഇതിനെ 2-3 തരത്തിലാണ് ഈ കാര്യത്തിന് നോക്കിക്കാണേണ്ടുന്നത്. ഒന്ന്, ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസും സെമിനാറുകളുമാണ് പ്രധാനമായിട്ടും ഈ അയ്യപ്പ ഭക്തി സംഗമത്തിനെ കുറിച്ച് ഉദ്ദേശിച്ചത്. അവിടുത്തെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ ഭക്തർക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് കഴിയും, അതിനുള്ള റോപ്പ് വേ പോലുള്ള പദ്ധതികൾ, എൻവയൺമെൻ്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുത്താനായിട്ട് സാധിക്കും, എങ്ങനെ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവിടെ വന്ന് ദർശനം നടത്തി തിരിച്ചു പോകാനായിട്ട് കഴിയും, അതിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ
മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നൽകുന്ന ഇത് വെച്ചിട്ട് എങ്ങനെ അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ആ പ്രദേശത്തിനെ എങ്ങനെ ഡെവലപ്പ്. ഇപ്പം നമ്മൾ യൂറോപ്പിൽ സിസ്റ്റീൻ ചാപ്പൽ കാണാൻ പോകുന്ന ആളുകൾ എല്ലാവരും ക്രിസ്തു മതവിശ്വാസികളൊന്നും അല്ലല്ലോ. അവിടുത്തെ പ്രത്യേകതകൾ കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്ങുകൾ കാണാൻ വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്കുമാണ് അവിടെ ജനങ്ങൾ വരുന്നത്. അതുപോലെ ശബരിമല ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം എന്താണ്? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കണക്കോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് പറഞ്ഞ കണക്കോലെ ഒരു മാതൃകാ സ്ഥാനമാണ് ശബരിമല. അവിടെ എല്ലാ ജാതിയിലുള്ള എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ വന്ന് ദർശനം നടത്തി ഭക്തർക്ക് വന്ന് ദർശനം നടത്തി പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിൽ വേറെയില്ല. കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ഉയർത്തിക്കാണിക്കാനായിട്ട് ശബരിമല പോലെ ഒരു ബിംബം വേറെയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷം അതിനെ മുറുക്കി പിടിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, യോഗി ആദിത്യനാഥിൻ്റെ കത്ത് മാത്രമല്ലല്ലോ അവിടെ വായിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. തമിഴ്നാട് ദേവസ്വം മന്ത്രിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. കർണാടകയിലെ ദേവസ്വം മന്ത്രിയുടെ കത്തവിടെ വായിച്ചു. എം കെ സ്റ്റാലിൻ്റെ കത്തവിടെ വായിച്ചു. ഇങ്ങനെ ഈ യോഗി ആദിത്യനാഥിൻ്റെ മാത്രം കത്ത് എന്തിനാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്? അത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇനിയിപ്പോൾ ഏത് സംസ്ഥാനത്തിനാണ്? കാരണം അത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കത്താണ്. അതൊരു ആശംസയാണ്. ആശംസ വായിക്കുന്നതുകൊണ്ട് ഏത് സംഘപരിവാറിൻ്റെ സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും ഏത് കോൺഗ്രസിൻ്റെ സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും മറ്റ് വേറെ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആയതും വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കോൺഗ്രസ് നടത്തുന്ന പ്രചരണം എന്താണ്? ഇടതുപക്ഷം സംഘപരിവാറിൻ്റെ പോലെയാണ് പെരുമാറുന്നത്. ഇടതുപക്ഷം സംഘപരിവാറിൻ്റെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ സംഘപരിവാർ എന്തിനാണ് വേറൊരു സംഘമാണ് നടത്തുന്നത്? കോൺഗ്രസും മതൗദികളും ലീഗുകളും നടത്തുന്ന പ്രചരണം സംഘപരിവാറുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. ഇനി സംഘപരിവാർ നടത്തുന്ന പ്രചരണമോ ഇത് ഭഗവാൻ അയ്യപ്പനെതിരാണ് ഇടതുപക്ഷക്കാരെല്ലാവരും നിരീശ്വരവാദികളാണ്. അല്ലാതുള്ള ആളുകൾ കേരളത്തിലെ പാർട്ടിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ, വിശിഷ്യ CPMൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 6 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുണ്ട്. അതിനകത്ത് അനുഭാവി വൃന്ദം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10 ലക്ഷം പേരോളം വരും, വർഗബഹുജന സംഘടനകളെല്ലാം കൂടെ ചേർത്ത്. അതല്ലാതെ അതിന് പുറത്തൊരു സർക്കിളുണ്ട്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷമാണ്. അല്ലാതെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ഈ ഇടതുപക്ഷ ഈ പാർട്ടി മെമ്പർമാരിൽ തന്നെ ഭക്തരായിട്ടുള്ള എത്രയധികം ആളുകളുണ്ട്. അവരെ ആരും നിരീശ്വരവാദികളാവണമെന്നും കൊടിയ നിരീശ്വരവാദികളാണെന്നും ഒരു ഭരണഘടനയിലും പാർട്ടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു യഥാർത്ഥ ഭക്തനാണെന്നാണ്. കേട്ടോ ഡോക്ടർ ജയരാജ്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞത് ഈ ചേപ്പലിൽ ആളുകൾ പോകുന്നത് ഭക്തന്മാർ മാത്രമാണെന്ന് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ കാറിൽ യാത്ര ചെയ്ത് അവിടെ എത്തി പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു യഥാർത്ഥ ഭക്തനായി മാറിയിരിക്കുന്നു എന്നാണ്. അത് വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് നോക്കിക്കാണുന്നത്. നേരത്തെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കണക്കോലെ NSS ഒരു ജനറൽ സെക്രട്ടറിയെ മാത്രമാണ് വിട്ടതെന്നാണ്. NSS ഒരു ജനറൽ സെക്രട്ടറി മാത്രമല്ല വിട്ടത്, NSSൻ്റെ പ്രതിനിധിയെയാണ് അവിടെ വിട്ടത്. NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ആരോഗ്യപരമായ കാരണങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടും ആയിരിക്കണം ഒരു ജനറൽ സെക്രട്ടറി. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. ജനറൽ സെക്രട്ടറി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന് തന്നെയാണ്, എനിക്ക് തോന്നുന്നു സംഗീത് കുമാർ സാറാണെന്ന് തോന്നുന്നു, പങ്കെടുത്തത്. അദ്ദേഹത്തിനെയാണ് വിട്ടത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെയാണ് പ്രതിനിധിയായിട്ട് അവിടെ അയച്ചിരിക്കുന്നത്. NSS മാത്രമല്ല, SNDP മാത്രമല്ല, KPMS മാത്രമല്ല, എല്ലാ മതസംഘടനകളിൽ നിന്നുള്ള ആളുകളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇനിയിപ്പം പാണക്കാട് ശിഹാബ് തങ്ങളുടെ ആശംസയാണെങ്കിൽ പോലും അതും ആ വേദിയിൽ വായിക്കും. കാരണം അത് അയ്യപ്പനുള്ള ആശംസയാണ്, അയ്യപ്പ ഭക്തർക്കുള്ള ആശംസയാണ്. അയ്യപ്പന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ഭക്തന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുക. അങ്ങനെ യഥാർത്ഥ ഭക്തരാണ് ഈ സംഗമത്തിനോടൊപ്പം വന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക. പിന്നെ അങ്ങനെ ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് പറയുക. ഇതൊക്കെയാണോ താങ്കൾ ഈ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാനും ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു നിക്ഷേപ പരിപാടിയെന്നോ അങ്ങനെ എന്തൊക്കെ പറയാവുന്ന ഈ സംഗമത്തിൽ മുഖ്യമന്ത്രി നടത്തേണ്ടിയിരുന്ന പ്രസംഗം അതൊരു ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തിയ രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു എന്ന വിമർശനത്തോടുള്ള മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഗോപികൃഷ്ണൻ, അതിനെ അങ്ങനെ വേണമെങ്കിൽ വായിച്ചെടുക്കാം. സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അവൻ്റെ മതവും അവൻ താമസിക്കുന്ന സ്ഥലത്തെ മതവും മതവിശ്വാസികളെ എല്ലാം മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് മാണ്ഡ്യൂകോപനിഷത്ത് വായിക്കുന്നുണ്ടോ, ചാണ്ഡോപനിഷത്ത് വായിക്കുന്നുണ്ടോ, ബൃഹദ്യാരണോപനിഷത്ത് വായിക്കുന്നുണ്ടോ, മറ്റു വേദങ്ങൾ വായിക്കുന്നുണ്ടോ, തെറ്റില്ല. അതിനകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾക്കെടുക്കാൻ പറ്റും, എന്തെല്ലാമാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗം, ഈ കാര്യങ്ങളൊന്നും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്
നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതിനകത്തുള്ള നല്ല അംശങ്ങൾ, അതിനെ വേറെ ഒരു മോശപ്പെട്ട പ്രവർത്തിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ 2019 ഡോക്ടർ ജയരാജ് 2019 അന്ന് ഈ വിവാദങ്ങളുടെയൊക്കെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടൊരു സമയത്ത് സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ തന്ത്രിക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറാം എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അതായത് ശബരിമല വിധിയെ തുടർന്ന് ഈ ക്ഷേത്രം അടച്ചിട്ട തന്ത്രിയുടെ നിലപാടായിരുന്നു അങ്ങനെ പറയാനിടയായ ഒരു പശ്ചാത്തലം. കോന്തലയിൽ കെട്ടുന്ന താക്കോലിന്മേലാണ് അധികാരം എന്ന് തന്ത്രി കരുതരുത്. നൈഷ്ഠിക ബ്രഹ്മചാരിയെ ദേവന്മാരെ പൂജിക്കുന്ന പൂജാരിയും ബ്രഹ്മചാരിയാകണം. ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞതാണ് ഇതൊക്കെ, അല്ലേ? ഇന്നലെ തന്ത്രിയെ സ്വീകരിച്ച് ഇരുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു യുവതീ പ്രവേശന വിഷയത്തിലുള്ള നിലപാടെന്ന് നമുക്കറിയാം. കാരണം മുൻ സർക്കാരിൽ നിന്ന് വിഭിന്നമായി കോടതിയിൽ ഞങ്ങളുടെ നിലപാട് ഈ ലിംഗസമത്വമാണ്, അതുകൊണ്ട് യുവതീ പ്രവേശന വിഷയത്തിൽ തർക്കങ്ങളില്ല എന്ന് കോടതിയിൽ നിലപാട് തിരുത്തിയത് ഇടത് സർക്കാരാണ്. ആ നിലപാടിനെ തുടർന്നാണ്, അങ്ങനെ ഒരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചതിനെ തുടർന്നാണ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായത്. എന്നിട്ട് കോടതി വിധി നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ് പോലീസിന്റെ അകമ്പടിയോടുകൂടി യുവതികളെ പ്രവേശിപ്പിച്ചു. ശരിയല്ലേ? ഇപ്പോൾ ഭക്തരുടെ വികാരം മാനിക്കുന്നു, അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? പരിവർത്തനം എന്നാണോ, മനം മാറ്റം എന്നാണോ, പുതിയ ഭാവം എന്നാണോ, അതോ ഈ അവസരവാദം എന്നാണോ? അതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ശബരിമലയിൽ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രയോജനമാണ്. ശബരിമലയിൽ വരുന്നവർക്ക് മാത്രമല്ലല്ലോ, ശബരി റെയിൽപാത കൊണ്ടുണ്ടാകുന്ന നേട്ടം ആർക്കൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒരു നാടിൻ്റെ നേട്ടമല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങളല്ലേ സർക്കാർ മുന്നോടുന്നത്. അതല്ലാതെ 2019 കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? ആരാണ് അതിൻ്റെ പേര് കേസിൽ പോയത്? സംഘപരിവാറിൻ്റെ ആളുകളല്ലേ. പിന്നീട് മാപ്പ് പറഞ്ഞു, ഞങ്ങളല്ല അങ്ങനെ പറഞ്ഞതെന്ന്. ഇതിനെക്കുറിച്ച് ഒബ്സർവറിലും പിന്നെ അതുപോലെ തന്നെ കേസരിയിലും മുഖപ്രസംഗം എഴുതി സപ്പോർട്ട് ചെയ്ത് എഴുതിയ സംഘപരിവാറിൻ്റെ ആളുകളല്ലേ. അവരല്ലേ യു ടേൺ എടുത്തത്, അവരല്ലേ ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കണ്ടത്. അതിനെതിരെ പ്രതികരിക്കാതെ കോൺഗ്രസ് സൈലൻ്റായിട്ട് നിൽക്കുകയും ആ സൈലൻ്റായിട്ട് നിൽക്കുന്നത് ഭക്തരുടെ കൂടെയാണെന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ. അതിനെ എതിർക്കുകയും ചെയ്യുന്നില്ല, അനുകൂലിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഴകുഴമ്പൻ സമീപനം അതായിരുന്നു കോൺഗ്രസ് ആ സമയത്ത് എടുത്തുകൊണ്ടിരുന്നത്. മാക്സിമം ഈ സമരത്തിനെ ഫ്യൂൽ ചെയ്യാൻ ശ്രമിക്കുകയും പിന്നിൽ നിന്നുകൊണ്ട്, എന്നാൽ ഞങ്ങൾ ഇതിനൊന്നും ഇല്ല, സ്ത്രീകൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇരട്ടത്താപ്പാണ് അവിടെ പൊളിഞ്ഞു വീണത്. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് അടുത്ത റൗണ്ടിൽ ഒന്നുകൂടി വിശദമായി സംസാരിക്കാം. ഞാൻ ശ്രീ KVS ഹരിദാസിലേക്ക് പോട്ടെ. ഹരിദാസ് സാർ, ഈ BJPയുടെ ഒരു പ്രതികരണം കണ്ടത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ അയ്യപ്പൻ്റെ പേരിൽ ആരെന്ത് ചെയ്താലും അത് നന്നായി നടക്കണം, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ എന്നാണ്. ഇവിടെ ഈ സംഗമം നടക്കുമ്പോൾ സമാന്തരമായി തന്നെ ഡൽഹിയിൽ മറ്റൊരു ബദൽ സംഗമം നടന്നു. നാളെ വേറൊരു ബദൽ സംഗമം നടക്കാനിരിക്കുന്നു. അയ്യപ്പനും ശബരിമലയും ഒക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വിഷയമാക്കി മാറ്റരുത് എന്നൊരു നിലപാട്, അത് വിശ്വാസവും വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന നിലപാട് BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ബദൽ സംഗമം? എന്തിനാണ് അതേസമയം തന്നെ വീണ്ടും യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ ഞങ്ങൾ വിളിച്ചു കൂട്ടുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ആ സ്വഭാവത്തിൽ നിങ്ങളും ഒരു കൂട്ടായ്മയ്ക്ക് ശ്രമിക്കണം. അതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത്. ഈ അയ്യപ്പ ഭഗവാൻ എന്ന സങ്കല്പത്തെ നമുക്കൊരിക്കലും ഒരു കാരണവശാലും അത് ഒരു വോട്ട് വിഷയമാക്കി മാറ്റരുത് എന്ന നിലപാട് സ്വീകരിച്ച് മാറി നിൽക്കുകയായിരുന്നില്ലേ BJP ചെയ്യേണ്ടിയിരുന്നത്? അല്ല ഗോപികൃഷ്ണ, ഇന്നത്തെ ചർച്ചയിൽ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ പങ്കെടുക്കാത്തത്? അവരാളെ വിട്ടില്ല. നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടാണോ? ആളെ വിട്ടിട്ടില്ല. ഇന്നലെ ചാനലിൽ നടന്ന ചർച്ചകൾ ഗോപിയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സമ്മേളനത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ഏതാണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും വല്ലാത്ത ഡിഫെൻസീവിലായിരുന്നു. പമ്പയിലെ സമ്മേളനം വലിയ വിജയമായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അവരാ നിലയ്ക്കായിരുന്നു ചർച്ചകൾ പങ്കെടുക്കുക. അവരുടെ ഒരു പ്രോ ആക്റ്റീവ് സ്റ്റാൻസ് എടുക്കുമായിരുന്നില്ലേ? അത് എടുക്കാൻ പറ്റാത്ത ദുരവസ്ഥയിലേക്ക് ഇന്നലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ നേതാക്കന്മാർ ചെന്ന് പെട്ടിരുന്നു. ഞാൻ ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലായിരിക്കും ഇന്നിപ്പോൾ ആളുകളെ ഈ ചർച്ചയ്ക്ക് വിടേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമുണ്ട്, പറയാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പമ്പയിൽ നടന്നത് ഒരു ഫ്ലോപ്പ് എക്സസൈസ് ആയിരുന്നു എന്ന്. ഇന്നിപ്പോൾ ഗോവിന്ദ മാഷിന് പല ന്യായീകരണങ്ങളും പറയേണ്ടി വരും. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഈ ഈ ഈ പമ്പാ സമ്മേളനം ആട്ടർ ഫ്ലോപ്പായിരുന്നു, ദയനീയ പരാജയമായിരുന്നു. CPM എന്താണോ ലക്ഷ്യമിട്ടത് അതിൻ്റെ ഒരയൽവക്കത്തും അത് എത്താനും പോകുന്നില്ല. അവരുടെ പ്രതീക്ഷകൾ താറുമാറായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ പ്രതീക്ഷകൾ എന്തുമായിക്കോട്ടെ, ഞങ്ങളൊരു നിലപാടെടുത്തിരുന്നു. അയ്യപ്പൻ്റെ പേരിൽ സമ്മേളനം നടത്തുന്നത് ആരായാലും നടത്തിയാലും നല്ലതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവർ നടത്തിക്കോട്ടെ. പക്ഷേ ഇവിടെ നടന്നത് ഇതൊരു രാഷ്ട്രീയ സമ്മേളനമായിരുന്നു. അതാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയെ അപമാനിക്കാൻ, അയ്യപ്പൻ്റെ എന്താ പറയുക, ചാരിത്രം നഷ്ടപ്പെടുത്താൻ, ഞാൻ അങ്ങനെ തന്നെ പറയും, ആ വിശുദ്ധി കളങ്കപ്പെടുത്താൻ CPM നടത്തിയ ഗൂഢ പദ്ധതിക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു ശ്രമം പോലെയാണ് ഇതിനെ കണ്ടത്. ആ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭക്തന്മാരുടെ കണ്ണു കെട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അയ്യപ്പൻ കനത്ത പ്രഹരം കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ. ഗോപി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലെത്തിയ സമയത്താണ് ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ സ്വർണം കടത്തിക്കൊണ്ടുപോയ വാർത്ത പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ അതുണ്ടാക്കിയ പ്രതീതി ഹൈക്കോടതി ഏറ്റെടുത്തു. അന്വേഷണത്തിന് ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ ദേവസ്വം ബോർഡ് മലക്കം മറിഞ്ഞതൊക്കെ ഞാനിത് ആവർത്തിക്കുന്നില്ല, എല്ലാവരുടെയും മുമ്പിലുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം മുതലേ ഇതിൻ്റെ ഒരുക്കങ്ങൾ പരാജയപ്പെട്ടിരുന്നു. അത് കനത്ത തിരിച്ചടി കിട്ടിയിരുന്നു. അവസാനം നെറുകയിലടിച്ചു. അതിൻ്റെ പരിഭ്രാന്തിയിലാണ് ഇന്ന് CPM നാട് നീളെ ഓടി നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ഗോപി ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ശബരിമലയെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്താ? 41 ദിവസത്തെ വ്രതം, കറുത്ത മുണ്ടെടുത്ത വിശ്വാസികൾ അമ്പലത്തിൽ പോയി മാലയിട്ടിട്ട് 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് നടക്കുന്ന അയ്യപ്പ ഭക്തന്മാർ, എവിടെ കണ്ടാലും ശബരണ മന്ത്രം ഉരുവിടുന്ന ഭക്തന്മാർ. ഇവിടെ ഈ പമ്പാ തീരത്ത് നിങ്ങൾ ശരണമന്ത്രം കേട്ടോ? കൈ ഉരുട്ടി എന്താ പറയുക, മുട്ടി ഉരുട്ടിപ്പിടിച്ച് സഖാക്കന്മാർ വിളിക്കുന്നത് പോലെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ലേ കണ്ടത്? ഇതിനേക്കാൾ കൂടുതൽ അയ്യപ്പനെ അപമാനിക്കാൻ വല്ലതുണ്ടോ? അവിടെ ഒരു ശരണമന്ത്ര ധ്വനികൾ മുഴങ്ങിയിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ഇതൊക്കെ അംഗീകരിക്കാമായിരുന്നു. അവിടെ വന്ന ഒരു ഭക്തന്മാരാണെന്ന് ആരെയൊക്കെ വിളിച്ചിരുത്തി എന്തൊക്കെയോ മേളം നടത്തി പിരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഗതികേട് CPM ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അയ്യപ്പൻ വെറുതെ വിടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അയ്യപ്പൻ നമുക്കൊക്കെ അറിയാം, കാനനവാസനാണ്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു തീർത്ഥാടകൻ ശബരിമലയിൽ എത്തുന്നത്. യാത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല. കാനന പാതയിലെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, ടോയ്ലറ്റ് സൗകര്യമില്ല, കിടന്ന് വിരിവെക്കാനുള്ള പരിമിതമായ സൗകര്യം പോലും ഇന്നുമില്ല പല സ്ഥലത്തും. എന്നിട്ടും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ സന്നിധാനത്ത് എത്തുന്നുണ്ടെങ്കിൽ അവരെത്തിയാൽ ഈ അയ്യപ്പനെ അര മിനിറ്റാ കാണാൻ പറ്റുക. ആ സമയത്ത് പോലും അയ്യപ്പനെ കാണാൻ ഇത്ര ലക്ഷക്കണക്കിന് വരുന്നുണ്ടെങ്കിൽ അത് അയ്യപ്പൻ്റെ കരുത്ത്, അയ്യപ്പനിലുള്ള വിശ്വാസമാണ്. അത്രമാത്രം പ്രതീക്ഷയാണ് ലോകത്തിന് അയ്യപ്പൻ നൽകുന്നത്. അത് തകർക്കാനാണ് ഇപ്പൊ ഇവരുടെ ശ്രമം. അയ്യപ്പനെ മതേതരവാദിയാക്കാൻ. അയ്യപ്പൻ്റെ അമ്പലത്തിൽ ആർക്കും പോകാം, ഏത് മതസ്ഥനും പോവാം, അത് ശരിയാണ്. അത് പല അമ്പലങ്ങളിലും ഉണ്ട്, കൊല്ലൂരുണ്ട്, മൂകാംബിക ക്ഷേത്രത്തിലുണ്ട്. പക്ഷെ അവിടുത്തെ ആചാരക്രമം എന്താ? അവിടുത്തെ പൂജാവിധികൾ എന്താ? അത് ഹിന്ദു സിസ്റ്റം അനുസരിച്ച, ഇവിടുത്തെ താന്ത്രിക് സിസ്റ്റം അനുസരിച്ച. അതിനെയാണ് നമ്മളൊരു ഹിന്ദു ദേവാലയം എന്ന് പറയുന്നേ. ആ ഹിന്ദു ദേവാലയത്തിന്റെ പവിത്രത കളഞ്ഞു കുളിക്കാൻ, അത് തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി ശ്രമിച്ചാൽ ഇതിനേക്കാൾ വലിയ ഭവിഷ്യത്തായിരിക്കും അവർ നേരിടാൻ പോകുന്നത്. അത് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഹരിദാസ് സാർ, ഈ ഒരു മതാതീത ആത്മീയ കേന്ദ്രം, ഹരിദാസ് സാർ, മതാതീത ആത്മീയ കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഭക്തരുടെ ഒരു സംഗമം വിളിച്ചു ചേർക്കുന്നു എന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വാദത്തെ എന്ത് പറഞ്ഞ് താങ്കൾ എതിർക്കും?
അല്ല, ശബരിമല മതാതീത കേന്ദ്രമാകുന്നത് എങ്ങനെയാണ് നീ? അതൊരു ഹിന്ദു ക്ഷേത്രമല്ലേ? നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഹിന്ദു ക്ഷേത്രം. അയ്യപ്പനെ ഹിന്ദു ദേവനല്ല എന്ന് പറയൂ അവര്? അവിടുത്തെ ആചാരക്രമങ്ങളെ നിങ്ങൾ തള്ളിപ്പറയുമോ? അവിടുത്തെ പൂജാവിധികളെ നിങ്ങൾ മാറ്റിമറിക്കുമോ? എന്നിട്ട് പറയൂ നിങ്ങൾ മതേതര ക്ഷേത്രമാണ്, മതേതര കേന്ദ്രമാണെന്ന്. മതേതര കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവർക്കും വരാം, ഞാൻ അതിനെ എതിർക്കുന്നില്ല. അയ്യപ്പനെ തൊഴാൻ ഏത് മതസ്ഥർക്കും വരാം. പക്ഷെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഹിന്ദു ട്രഡീഷൻ അനുസരിച്ചാ, ഹിന്ദു പദ്ധതി അനുസരിച്ചാ, ഇവിടുത്തെ വർഷങ്ങളെ നൂറ്റാണ്ടുകളായി പാരമ്പര്യം അനുസരിച്ചാണ്. പക്ഷേ ഹരിദാസ് സർ, ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലോ പൂജാവിധികളുടെ കാര്യത്തിലോ അല്ലല്ലോ. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ കൂടുതൽ ആളുകൾക്ക് ആക്സസിബിലിറ്റി കിട്ടുക, ഒരു വിമാനത്താവളം, ശബരിപാത, ഇങ്ങനെ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനം എന്ന ഒരു കാര്യത്തിൽ, ആ ഘടകത്തിൽ ഊന്നിക്കൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ ആക്ഷേപം അവിടെ നിൽക്കട്ടെ, അതായത് ഈ പറയുന്ന വോട്ട് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടെന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള ഈ കാരണങ്ങൾ, അതിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? ഒന്ന്. രണ്ട്, ഹരിദാസ് സാർ, ഞാൻ നേരത്തെ ചോദിച്ചു, അയ്യപ്പൻ എന്ന ഭഗവത് സങ്കല്പവും അതുപോലെ തന്നെ ഈ ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രവും ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും BJP പിന്നെ എന്തിനാണ് ഒരു ബദൽ സംഗമത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? അല്ല ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഗോപി. ഇവരിപ്പോ പമ്പയിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളുണ്ടല്ലോ, അത് അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ അയ്യപ്പ പുറത്ത് നടക്കുന്ന ഇതൊന്നും അറിയാത്ത പാവപ്പെട്ടവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ലേ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് തുറന്നു കാട്ടണ്ടേ? ഇവിടുത്തെ യഥാർത്ഥ ഭക്തർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അതിന്റെ ബാധ്യതയും ചുമതലയും ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അവർ യഥാർത്ഥ അയ്യപ്പന്റെ ഭക്തന്മാരാണ്. അയ്യപ്പന്റെ ക്ഷേത്രത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ, തകർക്കാൻ ശ്രമിച്ചപ്പോ നാട്ടിലെ തെരുവിൽ ഇറങ്ങി നടന്ന് നേരിട്ടവരാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ളവര്. അവരിന്നും കോടതി കയറി നടക്കുക കേസുകളിൽ. അവർക്ക് ഇപ്പൊ നടത്തുന്ന ഈ പേക്കൂത്തുകളെ തുറന്ന് കാട്ടാനുള്ള ചുമതലയും ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. അതാണ് പന്തളത്ത് കാണാൻ പോകുന്നത്. ഞങ്ങൾ എന്താ പറഞ്ഞത്? വികസനം വേണം ശബരിമലയില്. അതൊരു ക്ഷേത്രത്തിന് അനുയോജ്യമായ വികസന പദ്ധതി വേണം. അത്തരത്തിലുള്ള അനവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗോപി. ഹരിവരാസനം പദ്ധതി ഉൾപ്പെടെ എത്ര എണ്ണം ദേവസ്വം ബോർഡിന്റെ അലമാരയിൽ കിടക്കുന്നുണ്ട്, സർക്കാരിന്റെ അലമാരയിൽ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഈ ഏതെങ്കിലും UDFന്റെ കാലത്ത് നിന്ന് നടന്നിട്ടില്ല, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നിന്ന് നടത്തിയിട്ടില്ല. ആത്മാർത്ഥമായ ശ്രമങ്ങളും നടന്നിട്ടേയില്ല. പണത്തിന്റെ അഭാവമല്ല ഇവിടുത്തെ പ്രശ്നം. ശബരിമലയ്ക്ക് ആവശ്യമുള്ള പണം കിട്ടിയിട്ടുണ്ട് മുമ്പും. ഇതൊന്നുമല്ലാത്ത കാലത്ത് MKK നായരും മറ്റേ അയ്യപ്പൻ്റെ സിനിമ എടുത്ത സുബ്രഹ്മണ്യം ഒക്കെ കൂടി നാട് നീളം നടന്ന് പണം പിരിച്ച അയ്യപ്പൻ്റെ അവിടെ റോഡുകളും മറ്റു വികസന പദ്ധതികളും നടപ്പിലാക്കിയില്ലേ? ഇതിനേക്കാൾ കൂടുതൽ പണം ഇന്ന് വരുന്നില്ലേ? ഇത് പ്രായോഗികമായിട്ട് അയ്യപ്പന് വേണ്ടി, ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി, ക്ഷേത്രത്തിനോടൊരു ആത്മാർത്ഥതയോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇവരുടെ താല്പര്യം മറ്റെന്തൊക്കെയോ ആണ്. ശരി ഹരിദാസ് സാർ, ഏതായാലും എനിക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയമായി. ഹരിദാസ് അതിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യം, നമ്മളിപ്പോൾ പറയുന്നത് യഥാർത്ഥ ഭക്തർ, ഇപ്പോൾ മുഖ്യമന്ത്രി ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലി അദ്ദേഹം ഭക്തിയെ നിർവചിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തർ ഇവിടെ വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. താങ്കൾ പറയുന്നു യഥാർത്ഥ ഭക്തരെ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ബദൽ സംഗമം നടത്തുന്നെന്ന്. കോൺഗ്രസ് ആകട്ടെ ഈ ശബരിമലയും അയ്യപ്പനെയും വെച്ച് നടത്തുന്ന എല്ലാ ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതവും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ളതാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നു. എങ്ങനെയായാലും നമ്മുടെ മൂന്ന് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അയ്യപ്പൻ എന്ന ഭഗവത് സങ്കല്പത്തെയും ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തെയും ഒക്കെ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇപ്പോഴും പരിഗണിക്കുകയും അതിൻ്റെ പേരിൽ വാഗ്വാദങ്ങളിലേക്ക് കടക്കുകയും അതിൻ്റെ പേരിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ നീങ്ങുമ്പോൾ ഒരൊറ്റ കാര്യമേ അതിന് കാണാൻ കഴിയുന്നുള്ളൂ: തെരഞ്ഞെടുപ്പ് എന്ന വിശാലമായ പശ്ചാത്തലം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം നടത്തി. സർക്കാർ ചില അവകാശവാദങ്ങൾ വെച്ചു, അവരൊരു കണക്ക് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ആ കണക്ക് തെറ്റാണെന്ന്. മുഖ്യമന്ത്രി ആ വേദിയിൽ പ്രസംഗിച്ചു. അയ്യപ്പ ഭക്തരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കപടഭക്തിയാണെന്ന് നിങ്ങൾ പ്രതികരിച്ചു. ഇപ്പോൾ ഇതെല്ലാം വോട്ടിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ സമുദായ സംഘടനകളൊപ്പം നിന്നു എന്നത് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു അങ്കലാപ്പുണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നോക്കൂ, ഇത് വിശ്വാസത്തിൻ്റെയും
വിശ്വാസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെയും പ്രശ്നം തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അല്ല, ഇടതുപക്ഷ സഹയാത്രികൻ. കാരണം ഒരു ചാനലിലും ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ വരുന്നില്ല. കാരണം അവർ ഡിഫൻസിലായി എന്നുള്ളതിന് വേറെ എക്സാമ്പിൾസ് ഒന്നും വേണ്ടല്ലോ. ഒരാളെ പോലും ഇന്ന് CPM ചർച്ചയ്ക്ക് അയച്ചിട്ടില്ല. ഒരു ചാനൽ, ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ നോക്കുകയായിരുന്നു, എല്ലായിടവും ഇത്തരത്തിൽ നിരീക്ഷകർ അല്ലെങ്കിൽ സഹയാത്രികർ എന്ന പേരിലാണ് പലരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് NSSൻ്റെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തു എന്ന് പറഞ്ഞത് NSSൻ്റെ പ്രതിനിധിയെ പങ്കെടുപ്പിച്ചു എന്ന് തന്നെയാണ്. ദുർവ്യാഖ്യാനമൊന്നും വേണ്ട. NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് മാത്രമേ തോന്നൂ. NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. അദ്ദേഹം വളരെ ആരോഗ്യവാൻ തന്നെയാണ്. NSSൻ്റെ ഒരു ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ഈ ചടങ്ങിൽ NSSനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തു. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? നേരത്തെ നവോത്ഥാന സമിതിയിൽ ഉണ്ടായിരുന്ന കക്ഷികളോടൊപ്പം അധികമായി ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞപ്പോൾ NSS നേരത്തെ വിശ്വാസത്തിൻ്റെ ഭാഗത്തുള്ളവരാണ്. ആ NSS നേരത്തെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴും ഇപ്പോഴും NSS അവരുടേതായ ചില ആങ്സൈറ്റികൾ സർക്കാരിനെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് വന്നിരുന്നു. അപ്പോൾ NSSനെ സംബന്ധിച്ച് വിശ്വാസികളോടൊപ്പം എന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് NSS എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന സദസ്സ് നടത്തിയിരുന്ന അതിനെന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം, എന്തായിരുന്നു അവർ ശബരിമലയിൽ കണ്ട തെറ്റ്, എന്തായിരുന്നു അവർ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ കണ്ടിരുന്ന ശരി, അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മായ്ച്ചു കളഞ്ഞിട്ട് അവരിപ്പോൾ വിശ്വാസത്തിൻ്റെ മൂടുപണം എടുത്തണിയുന്നു. അവിടെയാണ് താങ്കൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകൾ ഒത്തുചേർന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്കലാപ്പുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. എന്താ കാര്യം? ഞങ്ങൾ 2018 എടുത്ത നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ എടുത്ത നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അതായത് വിശ്വാസത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ദൈവത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, വിശ്വാസികൾ വിശ്വാസികളായി തന്നെ തുടരട്ടെ. അതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, മതാതീത ആത്മീയ കേന്ദ്രമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. എപ്പോഴാണ് മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത്? മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, പക്ഷേ പറഞ്ഞു പോകാതിരിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ ഒരു നയമാറ്റത്തെ സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിലവിളക്ക് കൊളുത്തിയത് ആരാണ്? ആ നിലവിളക്ക് കൊളുത്തിയ ആളിനെക്കുറിച്ച് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മുഖ്യമന്ത്രി കൈ കൊടുത്തതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വിഷ്വൽ മീഡിയാസ് കാണിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ മുഖ്യമന്ത്രി? മാറ്റം വരുത്തിയെങ്കിൽ എപ്പോഴാണ് മാറ്റം വരുത്തിയത്? അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ദോശ മറിച്ചിടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം മാറിയിരിക്കുന്നു. ആ നിലപാട് മാറ്റം അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ തലേ ദിവസമാണ് ഉണ്ടായിട്ടുള്ളത്. തൊട്ട് മുമ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നു. അവിടെ നേരത്തെ കൈപൊള്ളിയതുപോലെ വീണ്ടും പൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷം പോകുന്നു. അല്ല, ഞാനൊരു ഒറ്റ കാര്യം ഇടയ്ക്ക് ചോദിക്കട്ടെ. ഞാൻ ഈ സമുദായ സംഘടനകളെ കുറിച്ച് താങ്കളോട് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഈ സമുദായ സംഘടനകളുടെ പിന്തുണ ഈ അയ്യപ്പ സംഗമത്തിന് സർക്കാരിന് അല്ലെങ്കിൽ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ തന്നെ ആക്ഷേപിക്കുന്നത് ഇത് വോട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെങ്കിൽ അവിടെ സർക്കാരിനോ പാർട്ടിക്കോ ഒരടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു നമ്മൾ പറയേണ്ടി വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചോ? മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ഇടതുപക്ഷത്ത് പിണറായിക്ക് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദം പറയുമെങ്കിലും മുഖ്യമന്ത്രി അടക്കം ഭൂരിപക്ഷം പേരും ഭക്തരാണ്. അയ്യപ്പനെ കാണാൻ വരുന്നവർ 90% കമ്മ്യൂണിസ്റ്റുകാരാണ്. പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭക്തനല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിക്കുമോ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പിന്നെ NSSൻ്റെ പ്രതിനിധി, പിന്നെ ഈ സമുദായ സംഘടനകൾ ഒന്നിച്ച് ഈ സംഗമത്തിൻ്റെ ഭാഗമാകുന്നു. ഇത് വോട്ടിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന ആരോപണം ശരിയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും വേണമെങ്കിൽ അവർക്ക് പറയാം, ഇതേ വിഷയത്തിൽ ഞങ്ങൾക്ക് ഈ സമുദായ സംഘടനകൾക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞ അതൊരു വിജയമാണെന്ന് പറഞ്ഞുകൂടെ? ഞാനതാ പറഞ്ഞത്, നിലപാട് മാറ്റം ഏതൊക്കെ സമുദായ സംഘടനകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ. NSS മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ വിശ്വാസികളോടൊപ്പം നിന്നിട്ടുള്ളത്, ഇപ്പോഴും നിൽക്കുന്നത്. നേരത്തെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നവോത്ഥാന സമിതിയുടെ ഭാഗമായി പോയിരുന്നവരാണ് ഇപ്പോൾ തിരിച്ച് അയ്യപ്പൻ്റെ പുറകെ വന്നിരിക്കുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല, അവരുടെ നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരായി എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാനോ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ അപ്പുറത്തേക്കാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ വിശ്വാസികൾ, പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാണ്, അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ആ നിലപാടിലേക്ക് രാഷ്ട്രീയം കുത്തി നിറയ്ക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിപ്പം BJPയുടെ പ്രതിനിധി പറഞ്ഞു പോയല്ലോ,
പിന്നെ CPM പ്രതിയാന്ന് തോന്നുന്നു. ഞങ്ങൾ CPM പ്രതിയാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ എങ്ങും തൊടാതെ നിന്നു. ഞങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമായിരുന്നു. വിശ്വാസവും രാഷ്ട്രീയവും ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് എന്ന നിലപാട് ഞങ്ങൾ അന്നും എടുത്തിട്ടുണ്ട്, ഇന്നും എടുക്കുന്നുണ്ട്, നാളെയും എടുക്കും. ആ വിശ്വാസത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഇവിടെ കപട വിശ്വാസം, അത് മുഖ്യമന്ത്രിക്ക് കപട വിശ്വാസമാണെന്ന് പറയുന്നതിന് ഒരുപാട് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടെന്നേ. ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ എന്ത് വാശിയായിരുന്നു ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അവിടെ സ്ത്രീ പ്രവേശനം നടത്താൻ. എന്തെല്ലാം ഒളിച്ചും പാത്തും ഏതെല്ലാം വേഷപ്രചരണം നടത്തി ഉൾപ്പെടെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി അവിടെ ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ മാറൂ എന്ന് ശപഥമെടുത്ത ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് നീതി നടപ്പാക്കാൻ വേണ്ടിയാണോ മുഖ്യമന്ത്രി അതെടുത്തത്? ആരെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ആ നടപടിയെന്ന് സ്വീകരിച്ചത്? അതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഗോപികൃഷ്ണ? കറക്റ്റാണ് ഡോക്ടർ ജയരാജ്, അതാണ് കറക്റ്റാണ് ഡോക്ടർ ജയരാജ്. അതായത് അന്ന് സർക്കാർ സ്വീകരിച്ച നിലപാടും സമീപനവും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നിലപാടും അവർ ഈ ലിംഗസമത്വത്തിന്റെ കാര്യത്തിലും ആരാധനാലയങ്ങളിലെ സ്ത്രീ പുരുഷ പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിലുമുള്ള അവരുടെ ആശയപരമായ അവരുടെ നിലപാടുകളും ഒന്നും കേരളത്തിന്റെ പൊതുസമൂഹം മറക്കാനുള്ള സമയമായിട്ടില്ല. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ കാണിച്ച അത്യുത്സാഹം അത് കോടതി വിധി നടപ്പാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ, നീക്കങ്ങൾ, അതിന് തൊട്ട് മുൻപത്തെ സർക്കാർ, അതായത് UDF സർക്കാർ എടുത്ത സമീപനത്തിൽ നിന്ന് മാറി കോടതിയിൽ മറ്റൊരു സമീപനം സ്വീകരിച്ചത്, പിന്നീട് ഈ ലിംഗസമത്വം എന്നത്, സ്ത്രീ പുരുഷ സമത്വം എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനപരമായ ആശയവും നിലപാടുമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അതിലൊക്കെ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് വോട്ടല്ലാതെ മറ്റൊരു ലക്ഷ്യവും കാണാൻ നമുക്ക് കഴിയില്ലല്ലോ ഡോക്ടർ ജയരാജ്. അതല്ലേ ഈ സംഗമത്തിലും കാണുന്നത്? ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിധി നടപ്പിലാക്കിയതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സ്ത്രീ പ്രവേശനം അനുവദിച്ചിരുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വിശ്വാസ സംഹിതയുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നുള്ള താന്ത്രിക രീതിയിൽ അങ്ങനെ ഉണ്ടെന്നാണ് അവിടുത്തെ ഈ പറയുന്ന കണക്കോലെ താഴമൺ കുടുംബവും ആ തന്ത്രികളും അങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധിയാണ് അതെന്താ കാര്യം ഡോക്ടർ ജയരാജ്? അത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ലെന്നും അത് സ്ത്രീകളുടെ പ്രത്യേകമായ ഒരു പ്രായപരിധിയിൽ മാത്രം അവരുടെ പ്രവേശനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് മാത്രം മാറ്റിവെക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളതെന്നും അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതുമായിരുന്നു ഡോക്ടർ ജയരാജ്. കാരണം അത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതല്ല, സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷെ ഒരു പ്രായപരിധി നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നതായിരുന്നു അന്ന്. പക്ഷെ സർക്കാർ അത് ചെവിക്കൊണ്ടിരുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനം അങ്ങനെ ഒരു വിധി ഉണ്ടായപ്പോൾ ആ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതിനു മുമ്പ് ആ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ പേരിൽ കുറേ ആക്ടിവിസ്റ്റുകൾ അവിടെ കയറുകയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അത് സമീപകാല ചരിത്രമാണ്. അതിനകത്ത് ഈ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും നിലപാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ പുനർചിന്തിക്കുന്നുണ്ട്. അത് കറക്ഷണൽ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് വരും, ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് വരും. അതൊക്കെ വേറൊരു വിഷയമാണ്. ഞാൻ സമ്മതിക്കുന്നു ഡോക്ടർ ജയരാജ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ യുവതീ പ്രവേശനത്തിൽ അന്നെടുത്ത സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയണ്ടേ? സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇനിയിപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നൊരു വ്യക്തത വരുത്തണ്ടേ? പിന്നെ ഈ കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള കേസിന്റെ കാര്യത്തിൽ എന്ത് സമീപനമാണ് എന്നും വ്യക്തമാക്കണ്ടേ? അതിനുള്ളൊരു വേദി കൂടി ആകേണ്ടതായിരുന്നില്ലേ ഈ അയ്യപ്പ സംഗമം? അതിനകത്ത് ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ശബരിമലയുടെ സമഗ്രമായ വികസനമാണ്. അതിനകത്ത് അജണ്ടയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളല്ല 2019 നടന്ന സംഭവങ്ങൾ. അതിനെ ഇതിനായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട. പിന്നെ ഈ സംഭവം നടന്നത് തൊട്ട് ആദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം യഥാർത്ഥ ഭക്തനെ നിർവചിക്കുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലേണ്ടിയിരുന്നില്ല. യഥാർത്ഥ ഭക്തരല്ലാത്തവരാണ് ഇവിടെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമെന്ന് അദ്ദേഹത്തിന് പറയേണ്ടിയിരുന്നില്ല. മാത്രമല്ല, യഥാർത്ഥ ഭക്തർ സംഗമത്തോട് സഹകരിച്ചു, പരിവേഷക്കാർ പ്രത്യേക അജണ്ട വെച്ച് പ്രവർത്തിച്ചു, ഇത് അയ്യപ്പനോടുള്ള താല്പര്യം കൊണ്ടല്ലെന്ന് മനസ്സിലാക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് ആ വേദിയിൽ പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട് ഗോപീകൃഷ്ണൻ. അത് അങ്ങനെ പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ അവസരം ഉപയോഗിക്കുക എന്ന് അന്ന് പറഞ്ഞത് അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ സംഘപരിവാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കി അത് സംഘപരിവാറിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിൽ ഈ വിഷയത്തിനെ വർഗീയമായി ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ
പ്രസംഗിച്ചത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. അല്ലാതെ കോൺഗ്രസ് പറയുന്ന കണക്കല്ല CPM-ഉം BJP-യും ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പന്തളത്ത് അവർ വേറെ സമ്മേളനം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ വേറെ സംഗമം നടത്തുന്നത് എന്തിനാണ്? ഒരുമിച്ചങ്ങ് നടത്തിയാൽ പോരെ? അതാണല്ലോ പൊളിഞ്ഞു വീഴുന്നത്. ഈ രണ്ട് വാദഗതികളാണ്. ഇനി മതരാഷ്ട്രവാദികളായിട്ടുള്ള മതോദികൾ പറയുന്നത് എന്താണ്? കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന, അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പിലെ പ്രകടനം നടത്തുന്നവരാണ് SDPI-ക്കാരും PFI-ക്കാരും ഈ പറയുന്ന മതോദികളും എല്ലാം. അങ്ങനെയുള്ള കോൺഗ്രസുമായിട്ട് സക്സസ് അവരുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള മതോദികൾ പറയുന്നത് എന്താണ്? മതേതരത്വം നഷ്ടപ്പെട്ടെന്ന്, ഇടതുപക്ഷത്തിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ആരാണ്? മതരാഷ്ട്രവാദികളും കോൺഗ്രസ്സുകാരുമാണ്. അവർക്ക് ഇലക്ട്രൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം ഇവരൊക്കെ ആയിട്ട്. അവർക്ക് അണ്ടർഗ്രൗണ്ട് പ്ലാനിങ് ചെയ്യാം. പരസ്യമായി ഒന്നും വിഷയത്തിൽ നിന്ന് പോയി ശ്രീ ജ്യോതികുമാർ അതിനകത്ത് എന്തെങ്കിലും ചേർക്കാനുണ്ടോ? പെട്ടെന്ന് ഞാൻ ഇടവേളയ്ക്ക് ശ്രീ ജ്യോതികുമാർ ഒറ്റ മിനിറ്റിൽ ഒന്ന് പറയണം. എനിക്കൊരു ബ്രേക്ക് എടുക്കണം, എന്നിട്ട് എനിക്ക് ശ്രീ KVS ഹരിദാസിലേക്ക് പോകണം. ഒറ്റ മിനിറ്റിൽ മറുപടി പെട്ടെന്ന്. നോക്കൂ, ഇതുപോലെ ഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതിന്റെ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ താങ്കൾ സംസാരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എത്ര പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി കണ്ടതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ആ വാർത്ത പുറത്തു വന്നതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ SDPI-യെയും കൂടെ കൂട്ടിക്കൊണ്ട് എത്രയോ തവണ ഏതെല്ലാം ലോക്കൽ ബോഡികളിൽ മത്സരിച്ചിട്ടുണ്ട്, സംസാരിച്ച് ഭരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് അങ്ങ് വിളമ്പരുതേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പാലക്കാട് ജയിച്ചു. ഞങ്ങൾ ജയിച്ചത് SDPI-യുടെ വോട്ടുണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? SDPI-ക്ക് അത്രയും സ്വാധീനം അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? SDPI നിങ്ങൾക്കെതിരായിരുന്നു. SDPI-ക്ക് സ്വാഭാവികമായും ഇടതുപക്ഷം തോറ്റപ്പോൾ അവിടെ പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട്. അവർ നടത്തിക്കോട്ടെ. അതിനകത്ത് ഞങ്ങളും അവരുമായിട്ട് ചേർന്നിട്ടുണ്ട്, അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞു പോകേണ്ടതില്ല. ഇവിടെ ചോദ്യം ഒറ്റ ചോദ്യമാണ്. നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത തെറ്റുകൾ തിരുത്താൻ തയ്യാറുണ്ടോ? അതിനെക്കുറിച്ച് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നല്ലോ ഞങ്ങളുടെ നിലപാട് മാറ്റി എന്ന് പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? ആ ഒറ്റ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. ശ്രീ KVS ഹരിദാസ്, ഈ സർക്കാർ നടത്തിയ അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളിന്മേൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് വഴിയൊരുക്കും എന്ന് BJP കരുതുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അല്ല ഗോപി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പമ്പയിലെ സമ്മേളനം വിജയകരമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ചർച്ചയ്ക്ക് ആളെ വിട്ടുകൂടാ? അവർ പ്രതീക്ഷിച്ചതിൻ്റെ അടുത്തെങ്ങും എന്നും എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അവർ പരാജയപ്പെട്ടു എന്നുള്ളത് പരസ്യമായിട്ട് സമ്മതിക്കുകയല്ലേ? അതിൽ നിന്ന് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ ഗൂഢ ഉദ്ദേശം മനസ്സിൽ വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പമ്പയിലെ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് ഗോപി. പമ്പയിലെ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. ആ നിരാശയാണ് നമ്മൾ നമ്പി ഗോവിന്ദൻ്റെ വാക്കുകളിൽ കണ്ടത്. അവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നതൊക്കെ ശരിയായിരിക്കും. കാരണം കഴിഞ്ഞ തവണ അയ്യപ്പനെ അപമാനിച്ച ആ ദുഷ്പ്രവൃത്തി ഉണ്ടല്ലോ, അത് അന്നും കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ദുഷ്പ്രവൃത്തിയുടെ മാനക്കേട് അല്ലെങ്കിൽ അതുണ്ടാക്കിയ പാപഭാരം, അതിനുള്ളൊരു പശ്ചാത്താപത്തിനുള്ള വേദിയാക്കാനാവണം പിണറായി പമ്പയിലേക്ക് പോയത്. പക്ഷേ അദ്ദേഹത്തിന് മറ്റ് കനത്ത തിരിച്ചടി വീണ്ടും അയ്യപ്പൻ കൊടുത്തു. ഞാനത് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് അവർക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. പിന്നെ ഭഗവത്ഗീത, പിണറായിയൊക്കെ ഭഗവത്ഗീത പഠിക്കുന്നത് നല്ലതാ. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അത്രമാത്രം എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാ. അതിനൊരു ശാസ്ത്രീയതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവരുടെ ഭഗവത്ഗീത പഠനത്തിലും അതിൽ നിന്നൊരു 1-2 ശ്ലോകം ഉദ്ധരിക്കുന്നതിലൊന്നും കാര്യമില്ല ഗോപി. പണ്ട് മാർപ്പാപ്പയ്ക്ക് നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ ഭഗവത്ഗീതയും കൊണ്ട് പോയത് ഓർമ്മയുണ്ടാവുമല്ലോ. അതൊക്കെ ഒരു ഇവരുടെ രാഷ്ട്രീയ കാപട്യത്തിൻ്റെ ഭാഗമാണ്. അതിനപ്പുറം ഒന്നും അതിൽ കാണാനില്ല. ഇവർക്ക് വിശ്വാസമുണ്ടോ? ഇവർക്ക് അയ്യപ്പൻ്റെ ഒരു എന്താ പറയുക, ആ ധർമ്മത്തിൽ വിശ്വാസമുണ്ടോ? വെള്ളാപ്പള്ളി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് വിശ്വാസം ഉണ്ടെന്നാണ് ആദ്യമായിട്ട്. ഹരിദാസ് സാർ, വെള്ളാപ്പള്ളി നടേശൻ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഇവർക്ക് വിശ്വാസം ഉണ്ടെന്നാണോ? ഞാൻ പറയട്ടെ ഗോപി, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ ഗോപി, ഒരു മിനിറ്റ്. ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യാവാങ്മൂലം പിൻവലിക്കട്ടെ ആദ്യമായിട്ട്. അതിൽ ദേവസ്വം ബോർഡിനെങ്കിലും ആ നിലപാടെടുത്ത് പരസ്യമായിട്ട് പറയാമല്ലോ.
ആ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. പറയട്ടെ, അവര് പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടാമത്തേത്, ഇവര് കറുത്ത മുണ്ടെടുത്ത് അയ്യപ്പനെ കാണാൻ പോകട്ടെ ഗോപി ഒരു തവണയെങ്കിലും. തലയിൽ ഇരുപിടി കെട്ടുമായിട്ട് പോകട്ടെ ഒരു തവണയെങ്കിലും, പോകട്ടെ ഈ സഖാക്കന്മാരൊക്കെ. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും 41-നും മകരവിളക്കിനും ഒക്കെ നട തുറക്കുന്ന സമയത്ത്, ദീപാരാധന നട തുറക്കുന്ന സമയത്ത് ശബരിമല ശ്രീകോവിലിന്റെ മുമ്പിൽ ആ തിരുനടയ്ക്ക് അരികിൽ ഇവിടുത്തെ ദേവസ്വം മന്ത്രിമാർ പോയി നിൽക്കാറുണ്ട്. ജി സുധാകരനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കടകംപള്ളിയെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ വാസവനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കൈകൂപ്പി നിന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ അയ്യപ്പൻ്റെ സന്നിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴെങ്കിലും ദീപാരാധന നട തുറക്കുമ്പോഴെങ്കിലും കൈകൂപ്പാതിരിക്കാൻ പറ്റുമോ? അതിലുപരി അവിടെ സന്നിധാനത്ത് പോയ ഒരു മന്ത്രിക്ക് തീർത്ഥം കൊടുത്തപ്പോൾ, പ്രസാദം കൈ കൊടുത്തപ്പോൾ അത് വാങ്ങി നിലത്ത് ഇട്ട മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരെ. ഇവർക്ക് എന്ത് വിശ്വാസ? ഇവര് അയ്യപ്പനെ മാത്രമല്ല ഇവിടുത്തെ വിശ്വാസികളെ മുഴുവൻ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ കുറേയേറെ പ്രായശ്ചിത്തം ചെയ്യാനുണ്ട്, കുറേയേറെ പ്രായശ്ചിത്തം. ഈ ജാതി പൊറാട്ട് നാടുകളെ കൊണ്ടൊന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇത് തുറന്നു കാട്ടപ്പെടും ഗോപി. കേരളത്തിൽ മാത്രമല്ല, ഈ അയ്യപ്പ ഭക്തന്മാർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇത് എക്സ്പോസ് ചെയ്യപ്പെടും. ഒരു സംശയം വേണ്ട. അതിന് ഞങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്, ഞങ്ങളത് ചെയ്യും. ഇവരുടെ രാഷ്ട്രീയ കാപട്യം തുറന്ന് കാട്ടപ്പെടും. ഇവിടുത്തെ ചില സമുദായ നേതാക്കന്മാർ പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഇന്ന് അതിന് പുറപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകുമെന്ന ഇതിന് പിന്തുണ കൊടുക്കാൻ പോയത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകുമെന്നാണ്. അത് ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. അവരൊരു അയ്യപ്പൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന അവരുടെ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിന് ആശംസ നേരാൻ, അതിനൊരു പിന്തുണ നൽകാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവും. അതിനെ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ ആരുമില്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പോകുമായിരുന്നു അയ്യപ്പന് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ തെറ്റ് തിരുത്തേണ്ടത് CPM ആണ്. ശരി ഡോക്ടർ ജയരാജ്, പരസ്യമായിട്ട് മാപ്പ് പറയണം. കഴിഞ്ഞ തവണ ചെയ്ത പാതകത്തിന് അതിന് തെറ്റ് തിരുത്തി എന്ന് അവർ തുറന്ന് പറയട്ടെ. ഡോക്ടർ ജയരാജ്, പറയാത്തിടത്തോളം കാലം ഇവര് ഒരു മിനിറ്റ് ഗോപി. 2019 തെരഞ്ഞെടുപ്പ് സമയത്ത്, ഡോക്ടർ ജയരാജ്, 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ KVS ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതിവികാരപരമായിട്ടാണ് KVS ഹരിദാസ്. കൊള്ളേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഈ വികാരങ്ങളൊന്നും ഇല്ലാതെ കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചെന്നും നമ്മൾ എത്രയോ തവണ എത്രയോ ഇലക്ഷൻ റാലികളിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വന്നിട്ട് വികലമായ ഭാഷയിൽ, കൃത്യമായ മലയാളത്തിൽ പോലും അദ്ദേഹം വേറൊരു ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കാം, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഇലക്ഷൻ റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്നേ. ഇലക്ഷൻ റാലികളെ വൻതോതിൽ നിൽക്കുന്ന ഇലക്ഷന് വേണ്ടി, അത് ഇലക്ട്രൽ ഇതിന് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചത്, ഈ ശരണം വിളിക്കുന്നത് എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ ശബരിമലയുടെ മുഴുവൻ ചരിത്രം എടുത്ത് പരിശോധിക്കേണ്ടി വരും. രാമചന്ദ്ര ഗുഹ പറഞ്ഞ കണക്കോലെ പള്ളി വിളിച്ചാൽ അവിടെ അമ്പലം കാണുമെങ്കിൽ അമ്പലം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ബുദ്ധവിഹാരങ്ങൾ ഉണ്ടാകും. ശരണം വിളിക്കുന്ന ഏക ക്ഷേത്രമാണ് ബുദ്ധം ശരണം ഗച്ഛാമി. ഏതായാലും ഈ ചർച്ച ചിലപ്പോൾ കേരളത്തിൽ തുടർന്ന് അങ്ങോട്ടും പോകും. ഭക്തരെ സംബന്ധിച്ച് അയ്യപ്പൻ എന്നത് സത്യസ്വരൂപനും കലിയുഗ വരദനുമാണ്. അതിനും അപ്പുറത്ത് ഭക്തിയെയും അയ്യപ്പനെയും ശബരിമലയും ഒക്കെ രാഷ്ട്രീയ വിഷയമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ടെങ്കിൽ, ഗുണഭോക്താക്കളാകാൻ വരുന്നുണ്ടെങ്കിൽ അയ്യപ്പ സംഗമവും ബദൽ സംഗമവും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തായിരിക്കും എന്ന് അളക്കാൻ നമുക്കൊരു മാർഗമേ ഉള്ളൂ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറോടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.